പ്രൈസ് അല്ലാഹ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ശൂന്യതയിൽ നിന്നും പണിയപ്പെടുന്ന അവസ്ഥ. വെറും എംറ്റി ആൻഡ് ഫോംലെസ് ആയിരുന്ന ഭൂമിയെ ദൈവം മനോഹരമായി സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. തുറന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തികളെയും ശൂന്യതയിൽ നിന്ന് പണിതായിട്ട് കാണാൻ കഴിയും. ഒറ്റപ്പെട്ട ആർക്കും വേണ്ടാത്തതും തള്ളപ്പെട്ടതും അടിമകൾക്ക് വിറ്റതുമായ യോസഫിനെ ദൈവം ഒരു മന്ത്രിയാക്കി മാറ്റി. വെറും ആട്ടിടനായിരുന്ന ദാവീദിനെ ദൈവം രാജാവാക്കി മാറ്റി. തുറന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, മീൻ പിടിക്കാൻ മാത്രം അറിയാവുന്ന, മീൻ വലകളും കഴുകി വെള്ളവും മീനുമായി ബന്ധമുള്ള, മീൻ കൂട്ടരുടെ സംസാരം മാത്രം അറിയാവുന്ന പത്രോസിനെ ദൈവം ലോകത്തിലെ സകല സഭകളുടെയും പ്രസിഡന്റാക്കി മാറ്റി. തന്നിലൂടെ ആദ്യത്തെ സഭ രൂപീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാനിനെ പറ്റി മനുഷ്യർക്ക് ഒരിക്കലും ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. മനുഷ്യർക്ക് അസാധ്യമായതെന്തോ അത് സകലതും ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലതും അസാധ്യതകളായിരിക്കാം, പക്ഷേ അതൊക്കെ സാധ്യതയാക്കി തരുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു പദ്ധതിയിലും നിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തിപരമായി മാത്രമേ അറിയുള്ളൂ. പക്ഷേ അതിനകത്തും ദൈവത്തിനൊരു പദ്ധതി, ഒരു പ്ലാനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുക. നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ. നിങ്ങൾ അതിലേക്ക് തിരിച്ച് കയറുക. നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാനിലേക്ക് കയറി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ പദവിയിലേക്ക് കയറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ ശൂന്യതയെ സകലതും ദൈവം ക്ലീൻ ചെയ്യാനായിട്ട് പോകുക. നിങ്ങളുടെ ശൂന്യതകളെ സകലതും ദൈവം നീക്കാൻ പോകുക. മറക്കരുത്, നമ്മുടെ ദിവസമാണ്. ഗോഡ് ബ്ലെസ് യു.